വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്നുള്ള ഷാർജയിലോട്ടോ. അപ്പോൾ ഷാർജയിൽ ഇങ്ങനെ ഇത് സ്ക്രാപ്പ് ഏരിയയാണ്. ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെ പൊളിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ കറങ്ങാൻ വന്ന ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിൽ ഒരു പുതിയൊരു ടൊയോട്ട ക്യാമറീൻ്റെ എൻജിൻ കാണാം. ഹൈബ്രിഡ് ടൊയോട്ട ക്യാമറ. അപ്പോൾ അതിൻ്റെ എൻജിനും അതേപോലെ അതിൻ്റെ അതിൻ്റെ ഹൈബ്രിഡ് എൻജിനും അതേപോലെ അതിൻ്റെ മോട്ടർ, ഇൻവെർട്ടർ, ഇത്ര സംഭവങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഇവിടെ അപ്പോൾ ഇവിടെ എൻജിനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ നിന്നാട്ടോ ഒരു എൻജിന് ഇറക്കിയാട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെയാണ് ഈ എൻജിൻ. അപ്പോൾ ഈ എൻജിൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മോട്ടർ ഇവിടെ കാണട്ടോ. അതോട്ടെ ഇതിൻ്റെ 3 ഫേസ് മോട്ടർ കേട്ടോ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഇൻവെർട്ടർ ഇവിടെ വരുന്നുണ്ട്. ഈ DC കറണ്ടിന് AC ആക്കുന്ന സംഭവം. ഹൈബ്രിഡ് എൻജിൻ കേട്ടോ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ടൊയോട്ടൻ്റെ ഹൈബ്രിഡ് എൻജിൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് മോട്ടറും അതേപോലെ പെട്രോൾ എൻജിനും തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ്. അത് തമ്മിലുള്ള ഒരു കോൺഫിഗറേഷൻ വഴിയാണ് ഈ വാഹനത്തിന് എത്ര മൈലേജ് കിട്ടുന്നത്. ഇതാണ് ടൊയോട്ട ക്യാമറീൻ്റെ എൻജിൻ കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എൻജിനാണ് ഹൈബ്രിഡ്. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു ക്യാമറി. ഈ ഒരു എൻജിന് നല്ല പെർഫോമൻസ് എൻജിനാണ്. അതുകൊണ്ട് തന്നെ പല ഗൾഫ് രാജ്യങ്ങളിലും ടാക്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ എൻജിൻ്റെ ഈ ഒരു മൈലേജ് കൂടുതലാണ്. അതുകൊണ്ടാണ് അധിക ടാക്സി കമ്പനി ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എൻജിനും ടൊയോട്ട നിർമ്മിക്കുന്ന ഏത് എൻജിനും ലൈഫ് കൂടുതലാട്ടോ. അതവരെ മേജിക്കാണ് ശരിക്കും. ഇവിടെ ഇതിൻ്റെ ഇൻവെർട്ടറിന് മോട്ടറിലേക്ക് പോകുന്ന വയറും സംഭവങ്ങളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു AC മോട്ടർ കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ അവർ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇവിടെ ഒരു പെട്രോൾ എൻജിനും ഉണ്ട്. EGR വാൽവ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയിൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ എൻജിൻ ഇലക്ട്രിക് മോട്ടർ ഓണാവുന്ന സമയത്ത് ഇതിൻ്റെ എൻജിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാം ഷാഫ്റ്റ് ഒക്കെ ഇവിടെ നിന്നുണ്ട്. ക്യാമിനെ എന്താ പറയുക, വാൽവ് ഓപ്പൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കറക്റ്റ് ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അവിടെ അതിൻ്റെ ഇലക്ട്രിക്കൽ AC കംപ്രസർ കാണാം. AC കംപ്രസർ ഇലക്ട്രിക് കേട്ടോ. ഇതിന് ഡ്രൈ ബെൽറ്റ് ഒന്നുമില്ല. അതേപോലെ വാട്ടർ പമ്പൊക്കെ ഇലക്ട്രിക്കാണ്, ഡ്രൈ ബെൽറ്റ് വരുന്നില്ല. ഇവിടെ കാണാം അതിൻ്റെ AC കംപ്രസർ, അതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ്, ഇത്തരം സംഭവം അവിടെ കാണാം. ഇതേ സിസ്റ്റം തന്നെയാണ് ഈ ഹ്യുണ്ടായിൽ വരുന്ന വാഹനങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ജപ്പാനീസ് വാഹനങ്ങൾക്കും ഈ ഒരു സിസ്റ്റം തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ എൻജിൻ റൂം കാണാം. അവിടേക്ക് വരുന്ന ബാറ്ററിയിൽ നിന്ന് വരുന്ന കേബിളാട്ടോ കാണുന്നത്. ഇത് ഹൈ വോൾട്ടേജ് കേബിളാണിത്. തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കും. ഷോക്കടിച്ചിട്ട് കരിഞ്ഞു പോകും. DC വോൾട്ടാണ് വരിക. DC 300 വോൾട്ടോളം വരുന്നുണ്ടാവും. അതേപോലെ ഈ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്കൊന്നും ബൂസ്റ്റർ വരുന്നില്ല കേട്ടോ. അതിന് പകരം ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നത്. അവിടെ ശരിക്കും മോട്ടറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബൂസ്റ്ററാണ് വരുന്നത്, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ ABS മൊഡ്യൂളിലൂടെ കാണാം. ABS മൊഡ്യൂളുടെ മേലെ ഒരു സ്റ്റീലിൻ്റെ അക്യൂമുലേറ്റർ കാണാം. ഈ ഒരു ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യില്ല. അതിന് പകരം ഇലക്ട്രിക് മോട്ടർ ജനറേറ്ററായിട്ട് ബാറ്ററീനെ ചാർജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോൺഫിഗറേഷനും കുറച്ച് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൻ വഴിക്ക് വാഹനം പോയിട്ട് ബ്രേക്ക് ഓയിൽ പോയിട്ട് എന്താ പറയുക, ബ്രേക്കിനെ പിടിച്ച് നിർത്തില്ല. അതിന് പകരം ഇലക്ട്രിക് മോട്ടറാണ് ഫസ്റ്റ് ഇനീഷ്യലി ഈ വാഹനത്തിനെ പിടിച്ച് നിർത്തുന്നത്. ആ സമയത്താണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പയ്യെ ഇവിടെ ഈ വാഹനം സ്ക്രാപ്പാക്കുക കേട്ടോ. ഇത് ആക്സിഡൻ്റ് ആയ വണ്ടി, എന്തോ പ്രശ്നമായ വണ്ടിയാണ്. അപ്പോൾ അവൻ ഫുൾ അയച്ച് പീസാക്കാണ്. എന്നിട്ട് പാർട്സുകൾ അവർ സെയിൽ ചെയ്യും. ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഇത് പുതിയ കാറാട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. ഈ ഒരു വാഹനം പക്ക കാറാണ്. ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ പുതിയ സംഭവങ്ങളൊക്കെയാണ്. ഡാഷ്ബോർഡും നല്ല മീറ്റർ പാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാരനൊക്കെ ഈ ഒരു വാഹനം വാങ്ങിക്കും കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞാലും നല്ല കൂടുതൽ കാലം ഈട് നിൽക്കും. അതേപോലെ നല്ല മൈലേജും എഫിഷ്യൻസി ഉണ്ട്. കുറച്ച് പെട്രോൾ അടിച്ചാൽ മതി. ഒരു ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിക്കുകയാണെങ്കിൽ 1000 കിലോമീറ്ററോളം ഓടുന്നുണ്ട് ഈ ഒരു വാഹനം. ഫുള്ളി ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത്തരം ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങിക്കുന്നത് നല്ലത്. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്ത് ഓടിക്കുക. അതേപോലെ ബാറ്ററിയിലെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട് ഈ ഇലക്ട്രിക് കാറുകൾക്കൊക്കെ. അപ്പോൾ ഇത്തരം ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഇലക്ട്രിക്കലിലും പെട്രോളിലൊക്കെ ഓടിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബാറ്ററിയിലെ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിച്ചിട്ടും ഈ ഒരു വാഹനം ഓടിക്കുക. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ 10-15 വർഷം കഴിഞ്ഞാലും ഈ വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിന് ഒരു കംപ്ലയിൻറ്റും വരാൻ പോകുന്നില്ല. നമുക്ക് പെട്രോൾ ഒഴിച്ചിട്ട് ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് റീസെയിൽ വാല്യൂയും കിട്ടും ശരിക്കും.
ഫുള്ള് ഇലക്ട്രിക് കാർ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളൊരു 5 കൊല്ലമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തെ ചിലപ്പോൾ അതിൻ്റെ ബാറ്ററീൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അതേപോലെ ബാറ്ററീൻ്റെ പല കപ്പാസിറ്റികളും കുറയും. പിന്നീട് 300 കിലോമീറ്ററിൽ ചിലപ്പോൾ 150 കിലോമീറ്ററൊക്കെ കിട്ടുള്ളൂ 5 വർഷം കഴിയുമ്പോഴത്തെ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ